വെൽക്കം ബാക്ക് ടു മൈ മുംബൈ അടുക്കള. കുറെ കാലയില കണ്ടിട്ട് മിത്തുക്കുട്ടി ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് കണ്ടല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ മുംബൈ അടുക്കള. അങ്ങനെ നമ്മൾ ബോംബെ അടുക്കളയിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു 3 ആഴ്ചത്തെ കത്തിക്കലിന് ശേഷം ഇനി നമ്മുടേതായ ഒരു ലോകത്തിലാണ് അല്ലേ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ബ്രെഡാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മിത്തുക്കുട്ടി പറയണ പോലെ എൻ്റെ അമ്മയെ ബ്രെഡ് തുടങ്ങിയോ ചോദിക്കുന്ന പോലെ 3 ആഴ്ചയായിട്ട് നമ്മൾ ബ്രെഡ് കഴിച്ചിട്ടേ ഇല്ല. വെറും ദോശ, ഇഡ്ഡലി, പുട്ട് സാധനങ്ങൾ. അപ്പം ഞാൻ ഇവരെ കൊണ്ട് കുറച്ച് ബ്രെഡ് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇന്നലെ രാത്രി നമ്മൾ ബ്രെഡായിരുന്നു, ഇന്ന് രാവിലെയും കൂടെ ബ്രെഡ് കഴിക്കാം. പിന്നെ ഞാൻ അരി അരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം 2 ദിവസമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഞാൻ. അപ്പോൾ വന്നിട്ട് ഒരു 2 ദിവസത്തേക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന് മുന്നേ ഞാൻ ഇതൊന്ന് ടോസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. പിന്നെ ബ്രെഡും നല്ല നാടൻ ഓംലെറ്റും ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ, അങ്ങനെ സാൻഡ്വിച്ച് പോലെയല്ല, ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടുള്ള നാടൻ ഓംലെറ്റ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ബട്ടറിൽ. നല്ല ഇഷ്ടമാട്ടോ എനിക്കിങ്ങനെ ടോസ്റ്റ് ചെയ്തത്. അപ്പോൾ രംഷേട്ടൻ ഇവിടെ ഇല്ല, ഓഫീസിൽ പോയി. ഞാൻ വന്ന് 2 ദിവസം വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് നിങ്ങൾക്ക് അറിയാലോ, നാട്ടിൽ നിന്ന് പോയി വന്നിട്ടുള്ള ആ ഒരു അവസ്ഥ. സാധാരണ ഞാനതൊക്കെ വീഡിയോ എടുക്കാറുണ്ട്. പക്ഷേ രംഷേട്ടൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വീടൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. വേറെ അങ്ങനെ പൊടികൾ എന്തായാലും ഉണ്ടാവും. ഇവിടെ റോഡ് സൈഡിലായതുകൊണ്ട് നല്ല പൊടിയാണ്. പക്ഷെ എന്നാലും വീട് എനിക്ക് സാധാരണ ചെയ്യേണ്ട അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പെട്ടിയൊന്നും അൺപാക്ക് ചെയ്തിട്ടില്ല. ഇനിയുണ്ട് ഒരു പെട്ടിയും കൂടെ അൺപാക്ക് ചെയ്യാൻ. അപ്പം അങ്ങനത്തെ കുറച്ച്, പിന്നെ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ നമ്മൾ ഫുൾ ഗ്രോസറി ഐറ്റംസ് വാങ്ങലും അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഇന്ന് രംഷേട്ടൻ പിന്നെ കുറേ ദിവസത്തിന് ശേഷം രംഷേട്ടനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. അപ്പം ഇന്നിപ്പോൾ ഓഫീസിൽ പോയി, മൺഡേ ഓഫീസിൽ പോയപ്പോൾ പിന്നെ സമാധാനമായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ മിത്തുക്കുട്ടി നീച്ചിട്ടില്ല കേട്ടോ. അപ്പം സാൻഡ്വിച്ച് ആണെങ്കിൽ ഒരു സമാധാനം എന്താ വെച്ചാൽ മിത്തുക്കുട്ടി തന്നെ ഉണ്ടാക്കിക്കോളും. ഞങ്ങൾക്കൊക്കെ ഉള്ളത് അവൾ ഉണ്ടാക്കി തരും. പക്ഷെ അവൾ എണീറ്റിട്ടില്ലാത്തതുകൊണ്ട് രാവിലെ ഞാൻ എനിക്കുള്ളത് ഉണ്ടാക്കി. ആരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലത്തെ അൺപാക്കിങ് കാണാൻ, അതായത് സാധനങ്ങൾ കൊണ്ടുവന്നത് കാണാൻ വീഡിയോക്ക് വെയിറ്റിംഗ് ആണ്. ഇപ്രാവശ്യം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല. ആകെ കൊണ്ടുവന്നത്, അയ്യോ ഇത് കേടുവന്നോ, 4 പുളിമാങ്ങ. പുളി അങ്ങോട്ട് എത്തുണ്ടാവും. ഹായ്, നമ്മുടെ മുട്ടിക്കുടിയ മാങ്ങ എന്നാണോ പറയുക ഇതിനെ. ഇത് കൂട്ടാൻ വയ്ക്കാം, പുളി ഉണ്ടാവും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പം അത് എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോകുന്ന ആ 2 ദിവസം പോയിട്ട് സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് അങ്ങനത്തെ, അതായത് മാങ്ങ ഉണ്ട് പക്ഷെ മാങ്ങ വെച്ചിട്ടില്ല. 2 ദിവസം പുറത്തുനിന്ന് തന്നെയായിരുന്നു വൈകിട്ടൊക്കെ. പക്ഷേ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കാനുള്ള മുരിങ്ങയുടെ അമ്മ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് മുരിങ്ങയില നമ്മൾ നന്നായിട്ട് എന്താ പറയുക ഊരിയെടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സിപ്പ് ലോക്ക് കവറില്ലേ അതിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച്, പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അതുവരെ ഫ്രിഡ്ജിൽ വെക്കുക. ഒരു കയ്പും വരില്ല. നേരെ മറിച്ച് നമ്മൾ മുരിങ്ങയുടെ ഇലയുടെ ഊരാതെ അങ്ങനെയും കൊണ്ടുവന്നാൽ കഴിക്കുന്നുണ്ട്. അതേപോലെ അത് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ആ ഇതിന്ന് ഇങ്ങനെ ഇലയിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിക്കും കേട്ടോ. അപ്പോൾ അത് ശരിയാവാറില്ല. പക്ഷെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, അതായത് നമ്മൾ അവിടുന്നേ നല്ല ഫ്രഷ് ആയിട്ട് കഴുകി ഇതാക്കി ഉണക്കിയെടുത്ത് ഊരിയിട്ട് സിപ്പ് ലോക്ക് കവറിലിട്ട് കൊണ്ടുവന്നാൽ എത്ര ഒരാഴ്ച വരെ ആയാലും അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇവിടെ വന്ന് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ കൊണ്ടുവരാറ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഫ്രൈഡേ രാത്രി എത്തിയപ്പോൾ സാറ്റർഡേ ഉച്ചയ്ക്ക് രംഷേട്ടന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ മുരിങ്ങയുടെ ഇല കൂട്ടാനും പിന്നെ മീൻ വാങ്ങി. കുറേ ദിവസമായിട്ട് രംഷേട്ടൻ മീൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ഉണ്ടാക്കണം. അങ്ങനത്തെ 1-2 സാധനം അല്ലാതെ ഇപ്രാവശ്യം ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. സാധാരണ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ ഇപ്പം പണ്ടത്തെ പോലത്തെ ആ ഒരു നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവരിക, ആ ഇൻട്രസ്റ്റ് ഒക്കെ പോയിട്ടോ. മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ A to Z സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ ഫ്ലൈറ്റിൽ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലഗേജിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ തന്നെ ഉണ്ടായിരുന്നു 10-30 കിലോ. പിന്നെ പുട്ടുപൊടി ഞാൻ കൊണ്ടുവരും. അത് കുറേ ഒന്നും കൊണ്ടില്ല. ഈ പറഞ്ഞ പോലെ 2-3 ദിവസം പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി നമുക്ക് അപ്പം തന്നെ നമുക്ക് പുറത്ത് പോകണ്ടേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബേക്കറി രംഷേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. എന്നാലും മിത്തുക്കുട്ടിക്ക് ഇഷ്ടമുള്ള മുട്ട ബിസ്ക്കറ്റ് അങ്ങനെ 1-2 ഉള്ളൂ. കാരണം അവിടുന്നോ കണ്ടോ, ഞാനായാലും മിത്തുവായാലും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടും ഇതൊക്കെ ഞാൻ തന്നെ കഴിക്കും. രംഷേട്ടൻ ഇപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അങ്ങനെ ഷുഗർ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ബേക്കറി എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഞാൻ കഴിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തന്നെ കഴിച്ച് തീർക്കും. വെറുതെ എന്തിനാ ഇനി ജിമ്മിൽ പോയിട്ട് ഒരു എഫക്റ്റ് ഇല്ലാതെ ആക്കണം വിചാരിച്ചിട്ട് ഞാൻ
അങ്ങനത്തെ ഒരു സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരലൊക്കെ നിർത്തി. ആ ഒരു ക്രേസൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അൺപാക്ക് ചെയ്യാനോ കാണിച്ചു തരാനോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ഓംലെറ്റ് ആൻഡ് ബ്രെഡ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പണികളുണ്ട്. അങ്ങനെ വന്ന 2 ദിവസം ഓരോരോ പെട്ടി നമ്മൾ അൺപാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി ഫൈനലി എൻ്റെ ഒരു പെട്ടിയും കൂടിയുള്ളൂ, എൻ്റെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും. അപ്പം നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്കിന്ന് പോസ്റ്റ് ഓഫീസിൽ പോകണം. കുറച്ച് സാധനങ്ങൾ കൊറിയർ ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്വരയുടെ നമ്മൾ പ്രീ ലവ്ഡ് ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാനിപ്പോൾ വന്ന അന്ന് വൈകുന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നു. പോണതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ വിറ്റ് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നന്ന് ഞാനൊരു 8 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ എനിക്ക് തോന്നുന്നു 1-2 ബാക്കിയുള്ളൂ. പിന്നെ മുന്നത്തെ ഒരു 2 എണ്ണം, അങ്ങനെ കുറച്ച് ഒരു 3-4 എണ്ണം കൂടി ഇനി ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം വിറ്റുപോയി. ഞാൻ ഷോർട്സ് ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഷോർട്സിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് മുന്നേ തന്നെ ഞാൻ 2 ഡേയ്സിലും 8 പ്രോഡക്റ്റ് ഇട്ടതിൽ 7 പ്രോഡക്റ്റും സെയിലായി. അതുകൊണ്ട് എനിക്ക് ഷോർട്സ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഞാൻ എന്തായാലും ഷോർട്സ് ഇടും. അപ്പോൾ എനിക്ക് കുറച്ച് ഫോട്ടോസും കൂടെ എടുത്ത് വെക്കണം. ഹാങ്ങറിൽ ഇങ്ങനെ തൂക്കിയിട്ടാണെങ്കിൽ ഫോട്ടോസ് എടുക്കാറ് സ്വരയ്ക്കുള്ളത്. അപ്പോൾ അന്ന് അപ്ഡേറ്റ് ചെയ്തതിൽ ഇതാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ മുന്നിട്ട വീഡിയോ നമ്മൾ പുതിയത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ പഴയത് കാണാതെ പോകാൻ തോന്നണം. ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതും ബാക്കി വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതും എല്ലാം അങ്ങനെ 1, 2. പിന്നെ ഇത് ഞാൻ എന്താ പറയുക, ഒരു ഗൗണ്. ഇതും ഒരു പാർട്ടി വെയർ ഗൗണാണ്. ബർത്ത്ഡേക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഭയങ്കര വില കുറവാട്ടോ. ഇത് M ആണ് തോന്നുന്നുണ്ട് എനിക്ക്. ഇത് M ആണ്. ഇത് എല്ലാണ്. എന്ന് പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഫ്രില്ല് ഉള്ളതുകൊണ്ട്. അപ്പം ഈ ഒരു 4 എണ്ണയാണ് നമ്മളിപ്പോൾ കുറേ എണ്ണം കൊറിയർ ചെയ്തു കേട്ടോ. ഈ 4 എണ്ണേ ഉള്ളൂ. അപ്പം ഇനി ഒരു 2 എണ്ണം കൂടെ കൊറിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് അഡ്രസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 എണ്ണമാണ് ഉള്ളത്. ഞാൻ എല്ലാം കൂടെ ഷോർട്സ് ഇടാൻ നോക്കാം. അപ്പോൾ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പോസ്റ്റ് ഓഫീസ് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. മിത്തുക്കുട്ടി ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് കണ്ടില്ലേ? മിത്ത് പറയായിരുന്നു, അയ്യോ പോസ്റ്റ് ഓഫീസിലേക്കാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കത്ത് എഴുതണം മിത്തുവിൻ്റെ കസിൻസിൻ്റെ നാട്ടിൽ അല്ലേ, പിന്നെ മാധവിന് ഒക്കെ. വെറുതെ മിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കത്ത് എഴുതാൻ. അയ്യോ ഒരു മരം. അപ്പോൾ നമ്മൾ വരുന്ന വഴി ഒരു കഫേയിൽ കയറിയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വിചാരിച്ചു. കാരണം ഉച്ചയായി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ചൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് അങ്ങനെ വിശക്കുന്നുമില്ല. അപ്പോൾ ലൈറ്റായിട്ടൊരു ബിരിയാണി എന്ന് പറഞ്ഞ പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് അടിച്ച് മിത്തിരിപ്പിക്കാൻ വയ്യാതെയായിട്ടാണ് മിത്തിരിക്കുന്നത് കേട്ടോ. അല്ല മിത്തോ ഫുള്ളായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ അത്ര കഷ്ടപ്പെട്ട് കഴിക്കണമെന്ന്. അപ്പോൾ നാട്ടിൽ നിന്നും ഫുഡ് അടിച്ച് വയ്യാതെയായി. ആ ഒരു നൊസ്റ്റാൾജിയ തീർക്കാൻ വേണ്ടി ബോംബെയിലത്തെ ഫുഡ് രണ്ടും 2 വൈബാണ്. മിത്തുകുട്ടി പറയണ പോലെ ഒരു ദിവസം വന്ന് ഒരു ഫുഡ് അടിച്ച് ഒന്ന് പുറത്ത് കൂടെ കറങ്ങിയ അല്ലേ മുംബൈ വൈബ് കിട്ടി അല്ലേ. വന്ന സമയമൊക്കെ ഭയങ്കര വിഷമം. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്ന് കറങ്ങി താഴേക്ക് ഒന്ന് ഇറങ്ങിയാൽ മിത്തുവിന് മുംബൈ വൈബ് കിട്ടി. അപ്പം അതാണ് മുംബൈയുടെ പ്രത്യേകത. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം ഉച്ചയായി. അപ്പം ഇനിയിപ്പോൾ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ലഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പോവാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാനും മിത്തുക്കുട്ടിയും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. നടന്നു വരുന്ന വഴിക്ക് ഡിമാർട്ടിലൊന്ന് കയറി. ഈവനിങ്ങിൽ സാധാരണ ഞാൻ അവിടേക്ക് തലവെച്ച് കൊടുക്കാറില്ല, നിങ്ങൾക്കറിയാമല്ലോ, നല്ല തിരക്കായിരിക്കും. പക്ഷേ ഇന്ന് രാത്രി ഉണ്ടാക്കാനുള്ള സാധനം പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ദോശമാവ് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു. ഐഡിയുടെ ദോശമാവ് നല്ല ദോശമാവ് കേട്ടോ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫീല് കിട്ടുന്ന ദോശമാവ് ഐഡിയുടെ മാത്രമാണ്. അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ലസ്സിയും ശ്രീകണ്ഠും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ അധികമൊന്നും വാങ്ങിയില്ല. 10 ഐറ്റത്തിന് താഴെയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ക്യൂ ഉണ്ടല്ലോ. അപ്പോൾ അത്രയും സാധനങ്ങൾ ഒരു 3-4 വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ പുതിയ ഫ്ലാറ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വന്നിട്ട് കുറേ ആയല്ലോ നമ്മുടെ പണിയൊക്കെ കണ്ടിട്ട്. 1 മാസമായി. രംശേട്ടൻ കാണാറുണ്ട്, എന്നും പോകാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആയല്ലോ കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രംശേട്ടൻ ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നു. ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഈ ഏരിയയിൽ എത്താറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മിത്തുകുട്ടിയും കൂടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. രംശേട്ടനും കൂടെ വന്നിട്ട് 3 പേർക്കും കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറെ കാലയില കണ്ടിട്ട് അങ്ങനെ രംശേട്ടൻ എന്താ ഓഫീസിൽ നിന്ന് എത്തി. നമ്മളിപ്പോ വീട് കാണാൻ വേണ്ടിയില്ലേ ഇന്ന് പോവാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ എല്ലാം നല്ല സുഖം. സ്വപ്പില്ലാത്തതിന്റെ ഒരു കുറവ് മാത്രം ഉണ്ടായിരുന്നു. അത് തീർന്നു. ആ കുറവ് തീർന്നു കിട്ടി. ലസ്സിയൊക്കെ ഞാൻ വാങ്ങിക്കൊടന്നു. ഓഫീസിൽ നിന്ന് നേരിട്ട് വരുമ്പോഴേക്കും പിന്നെ വീട്ടിൽ കയറി ചായ ഒന്നും കുടിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. ഫ്രഷ് ആവാൻ ലസ്സിയൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പോയി നോക്കാല്ലേ എന്തായി നമ്മുടെ അപ്ഡേറ്റ്.
അപ്പൊ അറിയാൻ വ്യത്യാസം. അതെ. അപ്പോൾ ഇവിടെ എന്താ പരിപാടി? മിത്തുക്കുട്ടി പപ്പയും കൂടി എന്താണ് പരിപാടി? മിത്തു ഇപ്പൊ അഡ്വാൻസ്ഡ് ലെവൽ സ്കെച്ചിങ് ഒക്കെ ചാർക്കോൾ സംഭവം കഴിയണതിന്റെ മുന്നേ കാണിക്കരുത് എന്നായിരുന്നു. അതെ. കഴിഞ്ഞില്ലേ? അപ്പൊ എന്താ വെച്ചാ ഇനിയിപ്പോ എന്താ വെച്ചാൽ ഈ ചാർക്കോളും ഇങ്ങനത്തെ സ്കെച്ച് ഒക്കെ ആകുമ്പോ എന്താ വെച്ചാൽ അതിങ്ങനെ ഫെയ്ഡ് ആവും വേറെ ഇങ്ങനെ ചീരിനോണ്ടൊപ്പം തന്നെ. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബട്ടർ പേപ്പർ വെക്കുക ഓരോ പേജിന്റെ ഇടയിൽ. പിന്നെ അത് ആ ഇത് എടുക്കാൻ സ്പ്രേ എടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ ആ സ്പ്രേ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചാർക്കോളോ അല്ലെങ്കിൽ പെൻസിലിന്റെ അത് ഫെയ്ഡ് ആവില്ല, വേറെ ഇപ്പുറത്തെ സൈഡിലെ പേപ്പറിലൊന്നും ആവില്ല. അപ്പൊ ആ പിക്ചർ അങ്ങനെ തന്നെ നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതേപോലെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ അതിന്റെ പരിപാടിയിലാണ്. അപ്പൊ അത് ഓരോ ഇതിന്റെ ഇടയിൽ ബട്ടർ പേപ്പർ മേടിച്ചു കൊടുത്തിട്ട് അങ്ങനെ വെച്ചു കൊടുക്കാം. അതാണ് സംഭവം. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യൂ. ഇതിന്റെ പിന്നിൽ കാണുന്ന ആ കുന്നുകൂടിയ ഡ്രസ്സുകൾ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റോറിലേക്ക് ഫോട്ടോന് എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടിട്ടതാട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ രാവിലെ പറഞ്ഞല്ലോ. അപ്പോൾ അത് അത്രയും ഇന്ന് ഫോട്ടോ എടുത്ത് നാളെ അപ്ഡേറ്റ് ചെയ്യും. ഇന്നോ അല്ലെങ്കിൽ നാളെയോ അപ്ഡേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് ഈ സംഭവം ഇത്തിപ്പോൾ എന്താ ചെയ്യുന്നത്? ഏതാ റിയലിസ്റ്റിക്സിലേക്ക് എത്തി ചാർക്കോൾ കഴിഞ്ഞിട്ട് ഇതിലാണോ പോർട്രേറ്റ് വരിക? മിത്തും പോർട്രേറ്റ് വരച്ചിട്ട് വേണം നമ്മുടെ പോർട്രേറ്റ് ഇതാക്കി തരാൻ. രമേശേട്ടനും മിത്തും മത്സരിച്ച് എൻ്റെ ചിത്രങ്ങൾ വരച്ച് പഠിക്കുമോ? കുറേ കാലമായി. ഇനി മിത്തുക്കുട്ടി വരയ്ക്കട്ടെ അല്ലേ? അപ്പം ഞാൻ പോയി ദോശ ഉണ്ടാക്കട്ടെ. ഇന്ന് ദോശയാണ്. ഇന്ന് ദോശ മതിയോ? അങ്ങനെ ചപ്പാത്തി ആയില്ല. അതോ ബ്രെഡോ? വിത്തു അമ്മേ ബ്രെഡ് അല്ലെങ്കിൽ നൂഡിൽസ്. വിത്ത് ഒന്ന് ബ്രെഡ് ആയാലോ? അയ്യോക്ക് വയ്യാതല്ലേ? അപ്പൊ ഇന്നത്തെ രാത്രി ദോശ അവസാനം നമ്മൾ രമേശേട്ടനവിടെ നാളികേരം വെട്ടുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത് കേട്ടോ. നാളികേരം ചിരകി തരാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്ര മടിയുള്ളൊരു കാര്യമില്ല. നാളികേരം ചിരകുക എന്നുള്ളത് അത് ആലോചിക്കുമ്പോൾ ഞാൻ ഉള്ളി സംബന്ധി ഉണ്ടാക്കും. അത് വെട്ടുക എന്നുള്ളത് കേട്ടോ ചിരകിനേക്കാളും കൂടുതൽ. അപ്പൊ സാധാരണ രമേശേട്ടൻ എങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഒരാഴ്ചക്കുള്ള അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുക ചെയ്യുക. അധികമൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. രമേശേട്ടന്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല പറയുമ്പോ ഫ്രിഡ്ജിൽ വെച്ച് രക്തമെല്ലാം മൂച്ചിയെടുത്ത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ നാളികേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അധികമൊന്നുമില്ല, ആകെ 1-2 അതിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. നാളികേരം കുറവാണ് യൂസ് ചെയ്യാം. എന്താ പറയുള്ളത്? വരൂ, നാളികേരം ചിരകാൻ വരും. വെള്ളം ഫുള്ള് കുടിച്ചാ അതുകൊണ്ട് അയ്യോ മടാള് കൊണ്ടുവരാന്ന് മടാള് കൊണ്ടുവരണ്ടേ? അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങള് ഭയങ്കര ശബ്ദം ചേങ്ങ തിരകേറി അങ്ങനെ പറഞ്ഞു. ചേങ്ങ തിരക ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ നമ്മളൊക്കെ കഴിഞ്ഞിട്ടുള്ള ലോകത്ത് വായന്ന് വീഴ പോലും വേണ്ട. നമ്മളവിടെ അസ്യൂം ചെയ്ത് അയാളെ പറ്റി വായത്തൊന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ, നമ്മളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ ആരെയും കുറ്റം പറഞ്ഞ് നടക്കാറുണ്ടല്ലോ. ഞാനും ജീവിക്കാനൊരു ലക്ഷ്യമുണ്ട്. ഞാനിങ്ങനെ രമേശേട്ടനെ കൊതിപ്പിക്കുകയായിരുന്നു. നാട്ടിലെ മഴയുടെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഇവിടെ സങ്കടപ്പെട്ടിരിക്കാൻ ഞാൻ പറഞ്ഞു ഈ ആഴ്ച വന്നോളാൻ. അതായത് മഴ തകൃതിയായി പെയ്യണ ഈ ആഴ്ച വന്നാൽ ഞങ്ങൾക്ക് ഒരാഴ്ചയും കൂടെ നാട്ടിൽ നിൽക്കാലോ. എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ജൂൺ 1-ാം തീയതി വന്നാൽ മതിയല്ലോ. അപ്പൊ രമേശേട്ടൻ ഞാൻ കൊറേ പറഞ്ഞപ്പോഴേക്കും ഒന്നും കൂടെ നിർബന്ധിച്ച രമേശേട്ടൻ വന്നിരുന്നു. അത് നന്നായി. ഈ മഴയത്ത് ഫ്ലൈറ്റ് ഉണ്ടാവുമോ തിരിച്ച് ട്രെയിൻ ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ലല്ലോ. നേരത്തെ വന്നത് നന്നായി. അപ്പൊ മഴയെ കുറിച്ച് എങ്ങനെയുണ്ട് എന്റെ മഴയിലെ വ്ളോഗുകൾ? മഴയുടെ അല്ലല്ല, പക്ഷെ റീൽസ് കണ്ടിട്ട് സങ്കടപ്പെട്ടിരിക്കാൻ കാണാറുണ്ട്. മുഖം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. അയ്യോ മഴ പറഞ്ഞിട്ട്.
ആ മാർച്ചില് ചൂടത്ത് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്റെ ദൈവമേ, ഞാൻ പോയ 10 ദിവസം നാട്ടിലിട്ട് വെള്ളമില്ല, പോയ 10 ദിവസം വീട്ടില് വെള്ളം ഉണ്ടായിരുന്നില്ല. ചൂടും ഒക്കെ എടുത്തിട്ട് ഓടിപ്പോന്ന് അയ്യാക്ക് മതിയായി പറഞ്ഞില്ലേ. ഇപ്പൊ നിറയെ വെള്ളം. ഇപ്പൊ വീട്ടിലല്ല, ഇപ്പൊ റോഡ് മുഴുവൻ വെള്ളാണ്. അപ്പൊ നല്ല രസമായില്ലേ, മിസ്സായില്ലേ? അത് നാട്ടിലെ മഴയ്ക്ക് പ്രത്യേക വൈബാട്ടോ. ഓ, അപ്പൊ അതൊക്കെ ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ടിരുന്ന് ഇരിക്കായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതും പ്രശ്നമായിരുന്നു. അതെ, വരാൻ പറ്റില്ല. എന്നാലും വേഗം ചട്നി അരച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാം. ചട്നി അരക്കട്ടെ. ചട്നി ഒരു ചെറിയ ഉള്ളി വേണം. ചെറിയ ഉള്ളി അല്ല, സവോള ഒരു ഹാഫ്. അങ്ങനെ പറയാം. ചെറിയ ഉള്ളി വേണമെന്ന് പറയാം. അപ്പൊ ഞാൻ ചെറിയ ഉള്ളി എടുത്താ പറയാ, അതല്ല വലിയ ഉള്ളി ചെറുതെടുക്കാനാ പറഞ്ഞത്. നമ്മള് സവാള എന്ന് ഞങ്ങള് മീൻസ് വലിയ ഉള്ളി ചെറിയ ഉള്ളി എന്നാ പറയാ. അത് പറഞ്ഞ ശീലായി. സവാള എന്ന് പറയാൻ ഓർമ്മ ഉണ്ടാവും. സവാള ഗിരി ഒരു ഹാഫ് സവാള ബാക്കി ഫ്രിഡ്ജിൽ ഒക്കെ പോയോ. പ്രാവശ്യം നാട്ടുപടി ഞങ്ങള് കൊറേ ദോശ കഴിച്ചല്ലോ. ഒരാളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ദ്രോഹിക്കും. ഞങ്ങള് എന്നിട്ട് മറ്റേ അൽഫാം കഴിച്ചു, കുബൂസ് കഴിച്ചു. അതിലൊന്നും വീടില്ല, അതൊന്നും ഇഷ്ടമില്ല അങ്ങനത്തെ സാധനങ്ങളൊന്നും. പക്ഷെ നല്ല ദോശ, പാൽപ്പായസം, നല്ല ഉഴുന്നുവട. സത്യം പറയട്ടെ, അങ്ങനെ വീട്ടിൽ ഒരു ഫുഡ് ഉണ്ടായിരുന്നില്ല. വീട്ടിലെ നാടൻ ഭക്ഷണങ്ങളൊന്നും കാര്യമായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഫുള്ള് അമ്പലങ്ങൾ കറക്കായിരുന്നു, പുറത്തുനിന്ന് തന്നെയായിരുന്നു ഫുള്ള് ഫുഡ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. രമേശേട്ടന് അതുകൊണ്ട് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും. കാരണം വീട്ടിലെ നല്ല നെയ്യപ്പം, വട, ഉഴുന്നുവട ഒക്കെ കണ്ടു കഴിഞ്ഞാലാണ് അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. ചക്കയും മാങ്ങയും കഴിച്ചു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അൽഫാം, കുബൂസ്, പിന്നെ ഞങ്ങള് ബിരിയാണി സദ്യയും കഴിച്ച് മടുത്ത് കഴിച്ചു. കുറെ ബിരിയാണി, കുറെ സദ്യ കഴിച്ചു. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ നല്ലോണം സദ്യ, എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസമെങ്കിലും 5-6 ദിവസമെങ്കിലും സദ്യ കഴിച്ചിട്ടുണ്ടാവും. മുഖം മാത്രല്ല ശരീരത്തിൽ കാണാൻ. ബിരിയാണിയോ, അയ്യോ എനിക്ക് ആ ബിരിയാണി വേണം. സത്യം 15 ദിവസം നമ്മൾ നിന്നതില് 10 ദിവസം പൊറോട്ട കഴിച്ചിരുന്നു. സത്യമാണ്, പൊറോട്ട അത്ര നല്ല ഹെൽത്തി ഒന്നും അല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ കഴിച്ചു. നാട്ടിലെ പൊറോട്ട ഈസ് അനദർ ലെവൽ. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ പൊറോട്ടയും നാട്ടിലെ ബിരിയാണിയും അത് ഇവിടെ കിട്ടില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് കിട്ടുന്നില്ല. പിന്നെ ആ ഫോർട്ടിലൊക്കെ പോകണം, അപ്പോഴേ കിട്ടുള്ളൂ. നമ്മുടെ ഏരിയയിലൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇനിയിപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ പൊറോട്ട കിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ആർമാദിച്ചു ഇപ്രാവശ്യം മാക്സിമം. ഞാൻ പറയില്ലേ, ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു എവിടെയൊക്കെ പോകണം. എല്ലാ സ്ഥലവും പോയി, എന്തൊക്കെ കഴിക്കണം എല്ലാം കഴിച്ചു. ഒരൊറ്റ സംഭവം ഒഴികെ എല്ലാം കഴിച്ചു. ഫ്രൂട്ട് ബേ മാത്രല്ലേ മിത്തോ. അതാ ഞങ്ങൾ പറഞ്ഞ കോഴിക്കോട്ടേക്ക് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ ഫ്രൂട്ട് ബേ മാത്രം മിസ് ചെയ്തു. അതിനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ആക്ച്വലി രമേശേട്ടനായിട്ട് പോയ ഇത്രയും പരിപാടി നടക്കില്ല. രമേശേട്ടന് ഇങ്ങനെ ഹോട്ടലിലെ ഫുഡ് അധികം ഇഷ്ടമല്ല. വീട്ടിലെ ഫുഡ് വീട്ടിലെ ഉണ്ണിയപ്പം, വീട്ടിലെ ചോറും, അത് മാത്രമാണ് രമേശേട്ടന് ഇഷ്ടം. എനിക്ക് വീട്ടിലെ ഇഷ്ടമാണ് ചക്ക കൂട്ടാനും മാങ്ങ കൂട്ടാനും. കാരണം ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് വീട്ടിലെ ഫുഡ് തന്നെയല്ലേ ഞാനിവിടെ ഉണ്ടാക്കുന്ന ദിവസവും. പിന്നെ എനിക്ക് അങ്ങനെ വീട്ടിലെ പരിപ്പുപൊടി ഉഴുന്നുവടയൊന്നും എനിക്ക് വലിയ പ്രത്യേകിച്ച്, കാരണം അതൊക്കെ ഞാൻ ഇവിടെ കഴിക്കുന്ന ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. എനിക്ക് നാട്ടിലെ ഒത്തന്റിക് സാധനങ്ങളുണ്ടല്ലോ, അത് ചക്ക കൂട്ടാനും മാങ്ങ കൂട്ടാനൊക്കെ എനിക്കും ഇഷ്ടമാട്ടോ. അതിഷ്ടമല്ലാന്ന് ഞാൻ പറയുന്നില്ല. രമേശിന്റെ ഫുള്ള് നാടൻ വിഭവമായിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ ഓരോരോ വിഭവങ്ങളാണ് കഴിച്ചത്. അതുകൊണ്ട് ഞാൻ ഹാപ്പി, വെരി വെരി ഹാപ്പി. ഇനി ഇവിടുന്ന് കുറെ കാലമായപ്പോഴും ഇവിടുത്തെ വിഭവങ്ങളൊക്കെ മിസ് ചെയ്യണം. ഇവിടുത്തെ പനീര്, ബട്ടർ നാൻ, വടാപ്പാവ്, എന്തൊക്കെ ഫുള്ളെടുത്തോളൂ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മിസ് ചെയ്യണം. അപ്പൊ തടി കുറെ ഉദ്ദേശിച്ചില്ലേന്നാണ്. നാട്ടിൽ പോകുമ്പോ അവിടുത്തെ മിസ് ചെയ്യാറുണ്ട്, അവിടുത്തെ കൂടെ കഴിക്കാം. ഇല്ല നന്നായി, ഞാൻ നന്നാവാ. അടുത്ത ആഴ്ച മുതൽ ജിം ആൻഡ് ഇതായോണ്ട് ഈ ഒരാഴ്ചയും കൂടെ മാക്സിമം, ഈ ആഴ്ച നന്നാവാ അല്ലെങ്കിൽ ഇന്ന് നന്നാവുന്നേക്കില്ല, ഒക്കെ അടുത്ത ആഴ്ച അടുത്ത മാസം. അപ്പൊ അപ്പോഴേക്കും മാക്സിമം കഴിക്കാലോ. ഇനിയിപ്പോ ലക്ഷ്യമുണ്ട് തടി കുറയാൻ.
ഹൗസ് വാമിംഗ് ഒക്കെ ആകുമ്പോഴേക്കും തടിയൊക്കെ ഒന്ന് കുറയണം. നല്ല ഭംഗിയിൽ സാരി ഒക്കെ കൊടുക്കണ്ടേ, അപ്പൊ തടി കുറയണം. അപ്പൊ അത് തന്നോളൂ. ഉപ്പ് ഇടണം, മുളക് പൊടി ഇടണം. അപ്പൊ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വിത്തുകുട്ടിക്ക് കുറച്ച് ദിവസം കൂടി, ഒരു 3-4 ദിവസം കൂടെ സ്കൂളില്ല. അത് കഴിഞ്ഞാൽ അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവരും കംപ്ലീറ്റ് ബിസി. അടുത്തൊരു വെക്കേഷൻ കിട്ടുന്നവരെ 3 പേരും ചടപടാന്നുള്ള ഓട്ടത്തിലായിരിക്കും. അങ്ങനെ ഓരോ കൊല്ലം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ വേറെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ബൈ. രമേശേട്ടൻ അവിടെ നല്ല പണിയെടുക്കാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഒന്ന് വരുമോ? വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഒരു നാളികേരം ഉള്ളി കൂടാനാണ് ഇത്രയും നേരം എടുത്തത് കേട്ടോ. അല്ലാതെ അവിടെ വേറെ ഒരു പണിയില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാ ഭർത്താക്കന്മാരും കേൾക്കാൻ തന്നെ എത്ര പണിയെടുത്താലും പറയും ഒന്നും ചെയ്തൊന്നും അതല്ലേ. ഞാൻ 5 ദോശ എക്സ്ട്രാ തരാം. 5 ദോശ എക്സ്ട്രാ? ഒരു ദോശ എക്സ്ട്രാ കേട്ടിട്ടുണ്ട്. 5 ദോശ എക്സ്ട്രാ മൊത്തത്തിൽ മൊത്തം 5 5 ദോശ. ഓക്കെ ബൈ.